നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. നിങ്ങൾ പിന്നെ പുതിയൊരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ചാനലിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബർ ആണെങ്കിലും നിങ്ങൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ടൊന്ന് കേൾക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് പേര് യൂട്യൂബിലേക്ക് വരാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ യൂട്യൂബുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എനിക്ക് യൂട്യൂബിൽ പറ്റിയ മിസ്റ്റേക്കുകൾ നിങ്ങൾക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി അത് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുന്നുണ്ട്. മാക്സിമം ആളുകൾ യൂട്യൂബിൽ വരാൻ ആണ് എൻ്റെ ഒരു താല്പര്യം. കാരണം യൂട്യൂബ് വീഡിയോകൾ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മേഖലയാണ് യൂട്യൂബ്. യൂട്യൂബിൽ ഫെയിമും പൈസയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ ആർക്കും അറിയാത്ത ഒരു സംഭവമുണ്ട്. യൂട്യൂബിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എത്ര പേർക്ക് ഇത് കിട്ടിയിട്ടുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. കിട്ടിയിട്ടുള്ളവർ ഭദ്രമായിട്ട് ഒന്നി വെച്ചേക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ എത്രയും വേഗം ആ കിട്ടിയ സാധനം എടുത്ത് വെളിയിൽ എറിഞ്ഞ് കളയുക. നിങ്ങളുടെ കയ്യിൽ അത് വെച്ചേക്കരുത്. വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ കണ്ടതിന് ശേഷം യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമന്റുകളിലൂടെ അറിയിക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മറക്കാവുന്ന ഫോളോ ചെയ്തേക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ പൈസ കിട്ടും, ഫെയിം കിട്ടും, പിന്നെന്താണ് ഓഡി, ഫെരാരി, ബെൻസ്, പിന്നെ വില കൂടിയ എല്ലാ വാഹനങ്ങളും മാറി മാറി ഉപയോഗിക്കാൻ പറ്റും. സത്യത്തിൽ നമ്മൾ അതൊക്കെയാണല്ലോ കാണുന്നത്. ഇന്ന് പല ക്രിയേറ്റേഴ്സും ചെയ്യുന്ന ഒരു പരിപാടി, അവർ പുതിയ വലിയ വീട് വെക്കുന്നു, അത് നാട്ടുകാരെ കാണിച്ച് അത് വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നു, പുതിയ വാഹനങ്ങൾ വാങ്ങുന്നു. ഇതൊക്കെ കാണിച്ചിട്ട് സത്യത്തിൽ ഒരു എന്താ പറയുക, മറ്റുള്ളവരെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് ഇതൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കാർ വാങ്ങുന്നവനും വീട് വെക്കുന്നവനും സത്യത്തിൽ യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടായിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് അവര് വീടും കാറും ഉണ്ടാക്കി ഇത് മറ്റുള്ളവരെ കാണിക്കുന്നു. അത് കണ്ടിട്ട് ഈ സംഭവം കണ്ട് സഹിക്കാൻ വയ്യാതെ യൂട്യൂബർ ആകുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് അവൻ കാർ എടുത്തു, അവൻ ബെൻസ് എടുത്തു, എനിക്ക് യൂട്യൂബർ ആണ്, എനിക്ക് പൈസ ഉണ്ടാക്കണം, ആ ഒരു രീതിയിൽ യൂട്യൂബർ ആകുന്നവർ. അതല്ലാതെ മറ്റു ചില ടീമുകളുണ്ട്, എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് യൂട്യൂബർ ആകണം. അതായത് യൂട്യൂബ് ആകുമ്പോൾ വലിയ പണിയൊന്നുമില്ല എന്നും കണ്ട് യൂട്യൂബർ ആകാൻ നടക്കുന്ന കുറെ ആളുകളുണ്ട്. അടുത്തൊരു കൂട്ടർ യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ ഫേമസ് ആകാൻ പറ്റും, എവിടേക്ക് ഇറങ്ങിയാലും ആളുകൾ ഐഡന്റിഫൈ ചെയ്യും, ഫോട്ടോ എടുക്കും, സെൽഫി എടുക്കും, ഇങ്ങനെയൊക്കെയുള്ള തിങ്കിങ്ങിലൂടെ യൂട്യൂബിൽ വരുന്നവരുണ്ട്. അപ്പം ഓരോരുത്തരും യൂട്യൂബിൽ വരുന്നത് ഓരോരോ ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ടാണ്. എന്നാൽ ഇവർക്കെല്ലാം കിട്ടുന്ന ഒരു സംഭവമാണ്, ഇതിനോടൊപ്പം കിട്ടുന്ന ഒരു സംഭവമാണ് ഡിപ്രഷൻ, ടെൻഷൻ, ആങ്സൈറ്റി, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. നമ്മളെ ഈ വലിയ വീടും കാറും ഒക്കെ കാണിച്ചിട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടുണ്ടാക്കുന്ന വലിയ മായ ലോകത്തെ കുറിച്ച് പറയുന്നവരാരും അവരുടെ റിയൽ ആയിട്ടുള്ള ലൈഫിന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് ഒരിക്കലും യൂട്യൂബിലൂടെ കാണിക്കത്തില്ല. അത് ചില ആളുകൾ അങ്ങനെ കാണിച്ച് അതിനെ പബ്ലിസിറ്റി ആക്കി എടുക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അത് വേറൊരു കാറ്റഗറി ആൾക്കാരാണ്. പക്ഷേ ഈ വലിയ ഒരു ഹൈ ലെവൽ ലൈഫാണ് ഞാൻ ജീവിക്കുന്നതെന്ന് കാണിക്കുന്ന ആരും അവരുടെ ലൈഫിന്റെ വലിയ ബുദ്ധിമുട്ടുകളെ കുറിച്ച് വെളിയിൽ പറയത്തില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. ഇതിപ്പോ ഈ യൂട്യൂബറിന്റെ കാര്യത്തിൽ മാത്രമല്ല, കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു സിനിമ നടൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടാണ്, ഞാൻ 3-4 സിനിമയിൽ അഭിനയിച്ചു, ഇനി എനിക്ക് കൂലിപ്പണിക്ക് പോകാൻ പറ്റുമോ എന്ന് ഒരു സിനിമയാണ് പറയുന്നത്. അതായത് സിനിമയിൽ അഭിനയിച്ചു, ഇനി അതും മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോയി, കൂലിപ്പണിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ ഈ യൂട്യൂബിൽ വലിയ കോടികൾ ഉണ്ടാക്കി കോടികൾ ഉണ്ടെന്ന് കാണിച്ചതിന് ശേഷം ഇനിയിപ്പോൾ വേറെ പരിപാടിക്ക് പോകാൻ പറ്റത്തില്ല. ഇത് എങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം. അതിനുവേണ്ടി എല്ലാ പണികളും, എല്ലാ മാർഗങ്ങളും, എല്ലാ രീതികളും പയറ്റി നോക്കുന്ന ആൾക്കാർ യൂട്യൂബിലുണ്ട്. ഞാൻ കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് കുറെ ഫോളോവേഴ്സും ഒക്കെ ഉള്ള ഒരു ക്രിയേറ്ററുമായിട്ട് ഇങ്ങനെ കുറെ ഫോളോവേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഒത്തിരി ഫോളോവേഴ്സ് ഉള്ള ഒരു ക്രിയേറ്റർ, ഞാൻ പേര് പറയുന്നില്ല, ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കുന്ന ആളല്ലേ, അപ്പോൾ അവരൊക്കെ വളരെ ഹാപ്പി ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. സത്യത്തിൽ പുള്ളിയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം, അവർ ഈ പൈസ ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ യൂട്യൂബ് അല്ലെങ്കിൽ യൂട്യൂബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒട്ടും ഹാപ്പി അല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം എന്താ പറയുക, യൂട്യൂബിൽ വന്ന് തുടക്ക സമയങ്ങളിൽ എങ്ങനെയെങ്കിലും ഗ്രോ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ വന്നു, അത് സാധിച്ചു. ഗ്രോ ചെയ്ത് ഒരു സെറ്റായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അത് നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ഒരു പാടുണ്ട്. അതായത് ഒരു വീഡിയോ ഇന്നിട്ടു, ആ വീഡിയോ ഇടുന്നതിന് മുമ്പുള്ള അതുണ്ടാക്കാനുള്ള ഒരു എഫോർട്ട്, അതിനുശേഷം ആ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന് വ്യൂ വരുമോ എന്നുള്ള ഒരു ടെൻഷൻ. അപ്പൊ ഇത് സത്യത്തിൽ എല്ലാ ക്രിയേറ്റേഴ്സും ഫേസ് ചെയ്യുന്നുണ്ട്. ഇനി അഥവാ വ്യൂ വന്നില്ലെങ്കിൽ എങ്ങനെ വ്യൂ കൂട്ടാൻ പറ്റും എന്നുള്ള തിങ്കിങ്, അതായത് മൊത്തത്തിൽ ടെൻഷനാണ്. ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം അടുത്ത വീഡിയോ ഏതായിരിക്കും ചെയ്യേണ്ടത്, എങ്ങനെ അത് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ചുള്ള ചിന്തകൾ. ഒരു ദിവസം നമുക്ക് 24 മണിക്കൂർ കിട്ടും. 24 മണിക്കൂർ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഒരു യൂട്യൂബറിന്റെ കാര്യമാണ് പറയുന്നത്, നാളെ എന്ത് വീഡിയോ ചെയ്യും, എങ്ങനെയായിരിക്കും നമ്മുടെ ചാനൽ നാളെ പോവുക, നാളെ നമ്മുടെ ചാനൽ വ്യൂ കാണുമോ, നമ്മുടെ ചാനൽ ഡൗൺ ആയി പോവോ, ഫ്രീസ് ആവുമോ, നമ്മുടെ ചാനൽ ഡെഡ് ആയി പോവോ, മുമ്പോട്ട് എന്തോ ചെയ്യും,
ഇങ്ങനെയുള്ള ചിന്തകളാണ്. ഈ സാധനം നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ ജോലിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു, ആ ജോലി ചെയ്യുന്നു, ആ ജോലിയുടെ ടൈം കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ വരുന്നു, ബാക്കി ഫ്രീ ടൈമാണ് നമുക്ക് ഇഷ്ടം പോലെ എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റും. പക്ഷേ ഒരു യൂട്യൂബറിന് അങ്ങനെ പറ്റത്തില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറും ചിന്തിച്ചുകൊണ്ടിരിക്കണം. കാരണം ഇത് ജോലിയായിട്ട് യൂട്യൂബ് എന്ന് പറയുന്നതിനെ അവരുടെ ഒരു ഫുൾ ടൈം ജോബായിട്ട് കണ്ടിട്ടുള്ളവർക്ക് ഇതിന് വെളിയിൽ വരാനേ പറ്റുന്നില്ല. ഫുൾ ടൈം ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു, ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. വെളിയിൽ വരുന്ന ഒന്ന് എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ട്രിപ്പ് പോകാനോ യാത്ര പോകാനോ ഒന്നും സമയമില്ല. കാരണം അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്ത ദിവസം എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നുള്ള തിങ്കിങ് ആണ്. ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലും പല ക്രിയേറ്റേഴ്സിനെ കൊണ്ടുപോയി എത്തിക്കുന്നുണ്ട്. ഞാൻ ഈ ആദ്യം പറഞ്ഞ ഡിപ്രഷനും ആങ്സൈറ്റിയും ടെൻഷനും ഒക്കെ വെച്ച് ഈ ഹൈപ്പർ ടെൻഷൻ പോലെയുള്ള അസുഖങ്ങളിലേക്ക്, ഡയബറ്റിക് പോലെയുള്ള അസുഖങ്ങളിലേക്കൊക്കെ പല ക്രിയേറ്റേഴ്സിനെ എത്തിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ, യൂട്യൂബിൽ വീഡിയോ ചെയ്ത് യൂട്യൂബർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നെഗറ്റീവ് സൈഡിനെ കുറിച്ചുകൂടെ അറിഞ്ഞിരിക്കണം. കാരണം യൂട്യൂബിൽ പൈസയും കാര്യങ്ങളും ഒക്കെ കിട്ടും, നമുക്കത് ഓക്കെയാണ്, ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ അതിനെക്കുറിച്ചൊക്കെ പല വീഡിയോകൾ യൂട്യൂബിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഈ നെഗറ്റീവായിട്ടുള്ള ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞത്. അതായത് ഈ ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ ഇത് മാക്സിമം നിങ്ങൾ ഒഴിവാക്കി നിർത്തിക്കൊള്ളുക. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ കുറെ നമ്മൾ ഈ ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ അടിച്ചടിച്ച് ഇങ്ങനെ വീഡിയോകൾ ചെയ്തു പോകും. മുമ്പോട്ടുള്ള സമയത്ത് നമ്മളെ അത് വല്ലാത്ത രീതിയിൽ നെഗറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തെ അത് എഫക്ട് ചെയ്യും. മനസ്സിലായോ? ഇപ്പം വേറൊരു പ്രശ്നം കൂടെ പലരും ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, കുറെ നാളുകളായിട്ട് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഒരു 4-5 വർഷമായിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന പല ചാനലുകളിലൊന്നും വ്യൂ ഇല്ല. അവർ ലോങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് 1 ലക്ഷം 2 ലക്ഷം 10 ലക്ഷം ഒക്കെ വ്യൂ ഉണ്ടാക്കിയ പല ചാനലുകളിലും ഇന്ന് വ്യൂ ഇല്ല. അപ്പം അവരുടെ മെയിൻ ജോബ് എന്ന് പറയുന്നത് യൂട്യൂബാണ്. അവർ ഷോർട്ട് വീഡിയോസ് ചെയ്യാനോ അങ്ങനെയൊന്നും അല്ല, അവർ ലോങ് വീഡിയോ ഇട്ട് കഷ്ടപ്പെട്ട് തന്നെയാണ് വ്യൂ ഉണ്ടാക്കി അവരുടെ ചാനൽ ഗ്രോ ചെയ്യിച്ചുകൊണ്ട് വന്നത്. ഇന്ന് പക്ഷേ അങ്ങനെയല്ല. ഇന്ന് ഷോർട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് മില്യൻസ് വ്യൂ അടിച്ചു പോകുന്ന ചാനലുകളുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പണ്ട് തൊട്ടേ വീഡിയോകൾ ഇട്ട് യൂട്യൂബിനെ ഒരു ഫുൾ ടൈം ജോബായിട്ട് കണ്ടുവന്ന് പല ക്രിയേറ്റേഴ്സിന്റെയും ചാനലിന്റെ റീച്ച് ഡൗൺ ആവുന്നു, അതേപോലെ അതിൽ നിന്നുള്ള ഏണിങ്സ് ഇല്ലാതാവുന്നു. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ വീണ്ടും ഞാൻ ഈ പറഞ്ഞ ഡിപ്രഷനും ടെൻഷനും കൂടിക്കൊണ്ടിരിക്കുക. മിക്ക ആളുകളും ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ട് ആകെപ്പാടി ആരോട് പറയും, എന്തോ ചെയ്യുമെന്ന് ചിന്തിച്ച് നടക്കുന്നവരുണ്ട്. അപ്പൊ യൂട്യൂബിൽ നിന്ന് പ്രശസ്തിയും പൈസയും മാത്രമല്ല, മറു സൈഡിൽ ഈ ഡിപ്രഷൻ പോലെയുള്ള ആങ്സൈറ്റി പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും എല്ലാ ക്രിയേറ്റേഴ്സും അറിഞ്ഞിരിക്കണം. അതായത് യൂട്യൂബിന്റെ കാര്യം അറിയാമല്ലോ, നമ്മൾ യൂട്യൂബർ ആകുന്ന സമയത്ത് യൂട്യൂബിന്റെ YPP പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറയുന്നുണ്ട്, ഏത് സമയത്തും നിങ്ങളുമായിട്ടുള്ള ഈ യൂട്യൂബിന്റെ പാർട്ണർ പ്രോഗ്രാമിൽ നിന്ന് നിങ്ങളെ ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള റൈറ്റ് യൂട്യൂബിനുണ്ട്, അല്ലെങ്കിൽ ഗൂഗിളിനുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് ഒട്ടും സുരക്ഷിതമാണ് എന്ന് കരുതരുത്. അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാം എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. മറ്റെന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് കളഞ്ഞ് ഫുൾ ടൈം യൂട്യൂബറായി ഞാൻ കൊയ്തു വാരും എന്നും പറഞ്ഞ് നിൽക്കരുത്. കാരണം എന്റെ പേഴ്സണൽ അനുഭവത്തിൽ എൻ്റെ അനിയനൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവന്റെ ചാനലിൽ ഏകദേശം 5 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം നല്ല രീതിയിൽ ഏണിങ്സ് ഒക്കെ കിട്ടുന്ന ചാനലായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം അതിന്റെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയി. അന്ന് അവനുണ്ടായ ഒരു ടെൻഷൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. യൂട്യൂബിൽ നിന്ന് അവന് വരുമാനം കിട്ടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം അത് നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ആ വരുമാനം കൂടെ വെച്ചാണ് അവന്റെ കാര്യങ്ങൾ അവൻ നടത്തിപ്പോയത്. അപ്പൊ അത് പെട്ടെന്ന് ഒരു ദിവസം നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ആ ഒരു മാനസികാവസ്ഥ ഞാനന്ന് കണ്ടതാണ്. അപ്പൊ അതുപോലെ ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതാരും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യത്തിലുള്ള കാര്യം. എത്രയോ പേരുടെ മോണിറ്റൈസേഷൻ പോകുന്നു. ഫുൾ ടൈം അവരുടെ ലൈഫിന്റെ ജോബായിട്ട് യൂട്യൂബിനെ കണ്ട് പെട്ടെന്ന് ഒരു ദിവസം മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുന്നു, യൂട്യൂബ് ചാനൽ ടെർമിനേറ്റ് ആയി പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇതാരും സത്യത്തിൽ അറിയുന്നില്ല. പക്ഷെ നമ്മൾ ഈ കാണുന്നത് ആദ്യം പറഞ്ഞ ആ വലിയ വീടും കാറും ആ ഒരു ലൈഫ് മാത്രമേ യൂട്യൂബിന്റെ കാണുന്നുള്ളൂ. പക്ഷെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെ ചിന്തിച്ചുകൊണ്ട് വേണം എല്ലാവരും യൂട്യൂബിൽ വരാൻ. നിങ്ങളൊരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രിയേറ്റർ ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്ന് വെളി വരാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒരിക്കലും അതിന് ജീവിതത്തിന്റെ ഭാഗം, അതായത് ഈ ടെൻഷനെയും ഡിപ്രഷനെയും ജീവിതത്തിന്റെ ഭാഗമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു യൂട്യൂബ് ക്രിയേറ്ററായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കാതെ യൂട്യൂബ് ക്രിയേറ്ററായിട്ട് നിന്നുകൊണ്ട് തന്നെ ഈ ടെൻഷനും ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കി വളരെ ഫ്രീ ആയിട്ടുള്ളൊരു ലൈഫ് മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളുള്ള വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.